ഹലോ ഡേരെ നോവഗെയിമിന്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ 3.9 അപ്ഡേറ്റ് നമുക്ക് ഒഫീഷ്യലായിട്ട് നമ്മുടെ BGML ഇന്ന് ലോഞ്ച് ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇനി ഈ ഒരു അപ്ഡേറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇപ്പം തന്നെ പോയിട്ട് നിങ്ങളുടെ പ്ലേ സ്റ്റോറിന്റെ ഡാറ്റയും ക്യാച്ചും ക്ലിയർ ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ കയ്യിലുള്ള മെയിലുകളെല്ലാം സ്വിച്ച് ചെയ്ത് നോക്കുക. ഏതെങ്കിലും ഒരു മെയിലിൽ ഉറപ്പായിട്ടും നമ്മുടെ അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരിക്കും. നിങ്ങൾ ആൻഡ്രോയിഡുകാർ ഉറപ്പായിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കുക. iOSകാർ കുറച്ചും കൂടെ വെയിറ്റ് ചെയ്യുക. കുറച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്കും കിട്ടുന്നതാണ്. ഈ ഒരു അപ്ഡേറ്റിന് ശേഷം നമ്മുടെ BGML ലേറ്റസ്റ്റ് ആയിട്ട് എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളതെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം ടൈം വേസ്റ്റ് ചെയ്യാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമ്മുടെ ഈ ഒരു ട്രാൻസ്ഫോമേഴ്സിന്റെ കൊളാബറേഷനിൽ വന്നിട്ടുള്ള ഓഫ്ലൈൻ ക്രിയേറ്റ് നോക്കാം. ഇതിനകത്ത് കുറച്ച് പുതിയ ഐറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. സംഭവം ഓവർബോർഡിന്റെ ഷേപ്പ്, പിന്നെ ഡാഗർ, ഒരു ചുറ്റിയൽ, പിന്നെ ഒരു മീനിന്റെ ഒക്കെ ഷേപ്പിൽ എന്തൊക്കെയോ സാധനങ്ങൾ കൊടുത്തേക്കുവാണ്. ഇത് എന്തിനുള്ളതാണെന്നൊരു പിടുത്തമല്ലോ, അല്ല സ്കിന്നെങ്ങാണോ എന്ന് അറിയത്തില്ല. ടൈം ലിമിറ്റഡ് ആയിട്ടുള്ള അത് അപ്ലൈ ചെയ്ത് നോക്കിയിട്ട് പറയാം. പിന്നെ മെയിനായിട്ട് നമുക്ക് എപ്പോഴും തരും പോലെ തന്നെ ഒരു അവതാർ, പിന്നെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഒരെണ്ണം വന്നിട്ടുണ്ട്, പിന്നെ നമ്മുടെ ഫ്രെയിം, പിന്നെ അത്യാവശ്യം തന്നെ എല്ലാം നമുക്ക് ലിമിറ്റഡ് ടൈമിൽ വരുന്നതാണ്. ഇതിൽ അവതാർ ആ ഒരു ഫ്രെയിമും മാത്രമേ പെർമനൻ്റ് ആയിട്ട് വരുന്നുള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് എപ്പോഴത്തെ പോലെ ലിമിറ്റഡ് തന്നെയാണ്. അവിടെ മാറ്റങ്ങളൊന്നുമില്ല. മാപ്പിൻ്റെ സെക്ഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ട്രാൻസ്ഫോമേഴ്സിൻ്റെ കൊളാബറേഷനിൽ വന്നിട്ടുള്ള ഇവൻറ്റ് 3 മാപ്പിലായിട്ട് കാണാൻ സാധിക്കും. എറാങ്കൽ, ഷാനോക്ക്, ലിബിക്ക്. നമുക്ക് ഈ ഒരു 3 മാപ്പിലാണ് കോമൺ ആയിട്ട് നമുക്ക് അവൈലബിൾ ആവുന്നത്. നമ്മുടെ മിത്തിക് ഫോർജിൽ നല്ല കിടിലൻ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. കുറേ റിവാർഡ്സ് തൂക്കിയിട്ടുണ്ടെങ്കിലും അവർ പുതിയ റിവാർഡ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന 2 ഔട്ട്ഫിറ്റ് തൂക്കിയിട്ട് ഇപ്പോൾ പുതുതായിട്ട് 2 ഔട്ട്ഫിറ്റ് വെച്ചിട്ടുണ്ട്. മിത്തിക് ഔട്ട്ഫിറ്റ്സ് ഒക്കെ നല്ല ഔട്ട്ഫിറ്റ്സ് തന്നെയാണ് തരുന്നത്. ഇതൊക്കെ ഓൾറെഡി വന്നതാണ്. നമുക്ക് റിട്ടേൺ വരുമ്പോഴത്തേനും എന്തായിരുന്നാലും അതിൻ്റെ ആയിട്ടുള്ള രീതിയിൽ ഇതൊക്കെ എടുക്കണമെന്ന് ആഗ്രഹിച്ചവർക്ക് എടുക്കാൻ പറ്റിയ രീതിയിൽ നല്ല ഔട്ട്ഫിറ്റുകൾ തന്നെയാണ് വന്നേക്കുന്നത്. ഗൺസിൻ്റെ സെക്ഷൻ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു പുതിയ UMP വന്നിട്ടുണ്ട്. ആക്ച്വലി ഈ ഒരു UMP നമുക്ക് PUBGയിൽ വന്നത് അതേപോലെ തന്നെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അവരതിൽ പിശുക്കിയിട്ടില്ല. പിന്നെ അതേപോലെ തന്നെ മോഡിഫിക്കേഷൻ കോറും കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അടുത്തത് സീനായിട്ടുള്ള കാര്യം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെഹിക്കിളിൻ്റെ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു അടിപൊളി UAC ഉണ്ട് കേട്ടോ. ആക്ച്വലി ഈ ഒരു റോയൽ പാസ് മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത്തവണ നല്ലൊരു പിങ്കിൻ്റെ UAC ഉണ്ട്. ആക്ച്വലി ഒരു ഗേളിഷ് ആയിട്ടുള്ള രീതിയിലാണ് വന്നേക്കുന്നത്. അത് ഇഷ്ടപ്പെടാത്തവർക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 എംബ്ലം കൊടുത്തിട്ട് ഈ ഒരു UAC കളക്ട് ചെയ്യാവുന്നതാണ്. ലെവൽ 2 UAC ആണ്, പക്ഷെ കൊള്ളാം, നല്ല രസമുണ്ട്. ഒരു UAC സ്കിന്നും ഇല്ലാത്തവർക്ക് കളക്ട് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്കിന്നാണ് ഇത്. ഓക്കെ കൂട്ടുകാരെ, റീസെൻ്റായിട്ട് നമ്മുടെ ക്രിയേറ്റീവ് നിന്ന് എടുത്ത് മാറ്റിയ ഫോർച്യൂൺ റീഫൈനർ നമുക്ക് വീണ്ടും തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ആ ഒരു ലക്കി സ്പിന്ന് നമുക്ക് വീണ്ടും കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഇത്തവണ പുതിയ കുറച്ച് റിവാർഡ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടാണ് കൊണ്ടുവന്നേക്കുന്നത്. അത് നേരത്തെ അതേ സിസ്റ്റം തന്നെയാണ്. നമ്മുടെ കയ്യിലുള്ള ടോക്കൺ കൊടുക്കുക, നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് ഈ കാണിക്കുന്ന ടൈം ലിമിറ്റഡ് റിവാർഡ്സ് എല്ലാം കളക്ട് ചെയ്യുക. അങ്ങനെ ഇത് മൊത്തം കളക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വേറൊരു ക്രിയേറ്റ് വരുന്നതാണ്. ആ ഒരു ക്രിയേറ്റ് നമ്മൾ പിന്നെ കൊടുക്കുന്ന കോയിൻ വെച്ച് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിൽ നിന്ന് മിത്തിക്കിൻ്റെ ഫ്രാഗ്മെൻറ്റും പിന്നെ അതേപോലെ നമ്മുടെ മിനി മെറ്റീരിയലൊക്കെ കിട്ടുന്നതാണ്. നേരത്തെ വന്ന സെയിം രീതിയാണ്. പക്ഷേ നേരത്തെ ഉള്ള റിവാർഡ്സൊക്കെ ഓൾറെഡി കളക്ട് ചെയ്തവർക്കാണെന്നുണ്ടെങ്കിൽ ഇത്തവണ വീണ്ടും ഒന്നും കൂടെ ചെയ്യേണ്ടി വരും. ഇത് ആഡ് ചെയ്യാനായിട്ട് നമ്മൾ നോർമലായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ആഡ് ചെയ്യേണ്ടത്. താഴത്തെ ആഡ് ബട്ടൺ കൊടുത്തു കഴിഞ്ഞിട്ട് ലെഫ്റ്റിൽ നിങ്ങൾക്ക് ഡിസ്മാൻഡിൽ ചെയ്യാൻ കുറച്ച് സാധനങ്ങൾ കാണും. അപ്പം അതിൽ ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഞാൻ ഗ്രാഫിറ്റി ഈ പറഞ്ഞ പാരഷൂട്ട് ട്രെയിലൊക്കെ ഞാൻ റെക്കമെൻഡ് ചെയ്തോളൂ. പിന്നെ സപ്ലൈ ക്രേറ്റിൻ്റെ ഒക്കെ സ്ക്രാപ്പ്, അല്ലാത്ത ഒന്നും നിങ്ങൾ വെറുതെ ഇതിൻ്റെ പിറകെ കളയരുത്. പിന്നെ സീക്രട്ട് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിൽ നമ്മൾ ഓൾറെഡി അൺലോക്ക് ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ ഗോൾഡൻ ഫ്രാഗ്മെൻറ്റ്. അത് ഇത്തവണ അതേപോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. വേറെ എന്തെങ്കിലും സീക്രട്ടായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്യാം. ഇതൊക്കെയാണ് അതിനകത്ത് വരുന്ന റിവാർഡ്സ് എന്ന് പറയുന്നത്. നമുക്ക് എല്ലാം ടൈം ലിമിറ്റഡ് ആയിട്ടുള്ളതാണ്. ആക്ച്വലി ഇത്രയും സാധനങ്ങൾ നിങ്ങൾ ടോക്കൺ കൊടുത്ത് കറക്കി എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കിയുള്ളത് കംപ്ലീറ്റ് ആയിട്ട് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. മൊത്തത്തിൽ എല്ലാം ഒന്ന് റിഫ്രഷ് ആക്കിയിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മുടെ അച്ചീവ്മെൻറ്റിൻ്റെ സെക്ഷൻ എത്തിക്കഴിഞ്ഞെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ബീറ്റ വെർഷനിൽ കണ്ട അതേ 3 അച്ചീവ്മെൻറ്റ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. മെഴ്സലസ് ഡൊമീനിയനും പിന്നെ ആൾസ്പാർക്ക് ഓത്ത് പിന്നെ നിയോൺ ഡ്രിഫ്റ്റർ, ഈ 3 അച്ചീവ്മെൻറ്റ്. ഈ ഒരു 3 അച്ചീവ്മെൻറ്റും കംപ്ലീറ്റ് ചെയ്യുന്ന വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നതാണ്. ഇതിനെപ്പറ്റി ഒരു വീഡിയോ വേണമെന്നുള്ളൊരു കമൻറ്റ് ചെയ്യുക. പിന്നെ വന്നിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ പുതിയ പോപ്പുലാരിറ്റി ബാറ്റിലുള്ള രജിസ്ട്രേഷൻ വന്നിട്ടുണ്ട്. നിങ്ങൾ താല്പര്യമുള്ളവരാണെങ്കിൽ ഇപ്പം തന്നെ രജിസ്റ്റർ ചെയ്തിടുക കയറിയിട്ട്. എന്തായിരുന്നാലും പോപ്പുലാരിറ്റി ബാറ്റിൽ കളിക്കാൻ ഒരുപാട് പാർട്ടിസിപ്പൻസ് ഉണ്ട്. ഇതിൽ വന്നിട്ടുള്ള പുതിയ റിവാർഡുകൾ നോക്കും. ഓരോരോ PKയിലുള്ള റിവാർഡുകൾ നിങ്ങൾ തന്നെ നോക്കിക്കോളൂ. ഇൻവിറ്റേഷനുള്ള പോപ്പും പിന്നെ അതേപോലെ നമുക്ക് മറ്റേ പ്രൊഫൈൽ കാർഡിന് വേണ്ടിയിട്ടുള്ളത്, ഇതൊക്കെ തന്നെയാണ്. അതായത് എല്ലാ പ്രാവശ്യവും തരുമ്പോൾ തന്നെയാണ്. ഇത്തവണ എല്ലാം ഒരു പിങ്കിഷ് ആയിട്ടുള്ള രീതിയിലാണ് വന്നേക്കുന്നത്. പിന്നെ ഒരു ഫ്രെയിം വന്നിട്ടുണ്ട്. ഒരു ഫ്രെയിം വന്നിട്ട് ഒരു ആവറേജ് ഫ്രെയിം എന്നേ പറയാൻ പറ്റത്തുള്ളൂ, വലിയ ഇതൊന്നുമില്ല. പിന്നെ PK5 നമുക്ക് മെയിനായിട്ട് വേണ്ട ഹെലികോപ്റ്റർ. ഈ ഒരു ഹെലികോപ്റ്ററിന് വേണ്ടിയാണ് എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അപ്പം മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്ത് ഹെലികോപ്റ്ററൊക്കെ തൂക്കാനായിട്ട് നോക്കുക. അതിൻ്റെ കൂട്ടത്തിൽ വരുന്ന ആ ഒരു കാർഡ്, അതൊക്കെ ഇതാണ്.
എനിവേ പോപ്പുലാരിറ്റി ബാറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാവർക്കും വിഷ് ഓൾ ദ ബെസ്റ്റ്. ഈ ഒരു അപ്ഡേറ്റിൽ നമുക്ക് സൂപ്പർ സ്മൂത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഗ്രാഫിക്സ് വരുന്നുള്ളത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആക്ച്വലി എൻ്റെ ഒരു ലോ എൻഡ് ഡിവൈസ് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് സൂപ്പർ സ്മൂത്ത് വന്നോ ഇല്ലെന്ന് അറിയത്തില്ല. ലോ എൻഡ് ഡിവൈസിൽ കളിക്കുന്ന ആർക്കെങ്കിലും ഈ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് കമൻറ്റ് ചെയ്യുക. കൂട്ടുകാരെ, അടുത്തതായിട്ട് ഇനി മുതൽ നിങ്ങൾക്ക് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് സ്വന്തമായിട്ട് വാവ് മോഡ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അതായത് നമ്മുടെ PUBG മൊബൈലിൽ ഓൾറെഡി വാവ് മോഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ഓൾറെഡി എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി മുതൽ നമ്മൾ BGMIക്കാർക്കും ഒഫീഷ്യലായിട്ട് ആപ്ലിക്കൻ്റ് ആവാവുന്നതാണ് കേട്ടോ. അതെങ്ങനെയാണെന്നുള്ളതിൻ്റെ പ്രൊസീജിയർ പറഞ്ഞ് ആദ്യം തന്നെ നമ്മുടെ മാപ്പ് സെക്ഷൻ ഓപ്പൺ ചെയ്തിട്ട് വാവ് മോഡിലോട്ട് വന്നതിന് ശേഷം ഇവിടെ താഴെ മൈൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ താഴെ ടീം അപ്പ് ക്രിയേറ്റ് എന്ന 2 ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്രിയേറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു പുതിയ പേജ് ഓപ്പൺ ആയിട്ട് വരും. ഇവിടെയാണ് നിങ്ങളുടെ ക്രിയേറ്റർ വെരിഫിക്കേഷൻ എന്ന് പറയുന്നത് പ്രൊസീജിയർ നടക്കുന്ന സ്ഥലം എന്ന് പറയുന്നത്. ആക്ച്വലി ഇവിടെ ഒരു 3 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഉണ്ട്. ഇതിൽ മെയിനായിട്ട് അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു വാവ് ക്രിയേറ്റർ ആവണമെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ മെറിറ്റ് സ്റ്റേബിൾ 100 ആയിരിക്കണം. പിന്നെ നിങ്ങൾ ഈ ലാസ്റ്റ് ആയിട്ടുള്ള റീസെൻറ്റ് 7 ഡേയ്സിനകത്ത് നിങ്ങൾ ഉറപ്പായിട്ടും ഒരു 15 തവണയെങ്കിലും വാവ് മോഡ് കളിച്ചിരിക്കണം. പിന്നെ കറൻ്റ് ഉള്ള സീസൺ, ആ ഒരു സീസണിൽ ഉറപ്പായിട്ടും എയ്സ് ഡോമിനേറ്ററിന് മേളിലായിരിക്കും നിങ്ങളുടെ ടയർ. അതായത് 5800 പോയിൻറ്റിന് പുറത്തുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വാലിഡ് ആയിട്ടുള്ള ഒരു വാവ് ക്രിയേറ്റർ ആവാനായിട്ട് പറ്റത്തുള്ളൂ. ഇനി നിങ്ങൾ ലെഫ്റ്റ് സൈഡ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ എന്നെ ഇട്ടിട്ടുണ്ട് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് അവിടെ ഇട്ടേക്കുന്നത്. കൺഫേം ഓൾ ദ റിക്വയർമെൻറ്റ് ആർ മെറ്റ് എന്ന് പറയുന്നത് ആ പറഞ്ഞേക്കുന്ന സാധനങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ അതേപോലെ തന്നെ റീഡ് ആൻഡ് അക്സെപ്റ്റ് ദി വാവ് മോഡ് ടേംസ് ഓഫ് സർവീസ്, അത് നമുക്ക് താഴത്തെ മോർ ഇൻഫോ അടിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇതിവിടെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ പാലിക്കേണ്ടതെന്നുള്ളതിൻ്റെ സർവീസസാണ്. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു ക്വിസാണ്. ആക്ച്വലി നമ്മുടെ വാവ് മോഡ് ഒരുപാട് രീതിയിൽ കളിക്കുന്നവരാണ്. അപ്പം അങ്ങനെ കളിച്ചിട്ടുള്ള മോഡുകൾ തമ്മിൽ നമുക്കറിയാവുന്ന കാര്യങ്ങൾ നമ്മുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഒരു ക്വിസായിട്ട് അവർ ചോദിക്കുന്നത്. അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഈ ഒരു ഇതിനകത്ത് എലിജിബിൾ ആവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കും വാവ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഒരു കിടിലൻ അവസരമാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ട്രൈ ചെയ്യണമെന്നുള്ളവർക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് വരാനിരുന്ന ഒരു മാറ്റമാണ് നമ്മുടെ ന്യൂ ലോബി ഹബ്ബ് എന്ന് പറയുന്നത്. ആക്ച്വലി ഇവിടെ മേളിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഹബ്ബ് ഓപ്പൺ ആവേണ്ടതാണ്. പക്ഷേ ഇവിടെ ഹബ്ബ് ഈസ് നോട്ട് അവൈലബിൾ യെറ്റ് എന്നാണ് കാണിക്കുന്നത്. അതായത് നമുക്ക് ഇതുവരെ ഹബ്ബ് എന്ന് പറയുന്ന സാധനം കൊണ്ടുവന്നിട്ടില്ല. ഒരു മിനി ചിയർ പാർക്കാണ് സംഭവം. എനിക്ക് തോന്നുന്നു ഇപ്പോൾ അപ്ഡേറ്റ് റോൾ ഔട്ടായിട്ട് വന്നതല്ലേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വരുന്നതിൻ്റെ കൂട്ടത്തിൽ എല്ലാവർക്കും കംപ്ലീറ്റ് ആയിട്ട് കിട്ടിയതിന് ശേഷം വരുമായിരിക്കും. മാപ്പ് സെക്ഷനിലൊക്കെ നോക്കിയായിരുന്നു, മാപ്പിലും ഇവൻറ്റിൻ്റെ സെക്ഷനിലൊന്നും കാണാനായിട്ടില്ല. പിന്നെ നമ്മുടെ TDMൻ്റെ സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ അരേനയ്ക്ക് നമുക്ക് സെപ്പറേറ്റ് ആയിട്ടൊരു തീം മോഡ് കൊണ്ടുവന്നിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം ഇല്ലായിരുന്നു. അതിൻ്റെ മുന്നത്തെ വട്ടമൊക്കെ നമുക്ക് ഒരു തീം മോഡ് ഉണ്ടായിരുന്നു. ഇത്തവണ അങ്ങനെയൊന്നും ഇല്ല. പുതുതായിട്ടുള്ള ഇവൻറ്റും കാര്യങ്ങളൊന്നും ആഡ് ചെയ്തിട്ടില്ല. അപ്പം ഇത്രയൊക്കെ ഉള്ളു ഗൈസ്. ഇതൊക്കെയാണ് നമ്മുടെ പുതുതായിട്ടുള്ള 3.9 അപ്ഡേറ്റിൽ നമ്മുടെ BGMI ഒഫീഷ്യലായിട്ട് വന്നിട്ടുള്ള മാറ്റങ്ങൾ. ഇനിയും ഒരുപാട് കാര്യങ്ങൾ വരാനുണ്ട്. ഇതുപോലെ അപ്പോൾ ഉള്ള കാര്യങ്ങൾ അപ്പോൾ തന്നെ ലേറ്റസ്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇൻഫോർമേറ്റീവായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഒരു ലൈക്ക് തരിക. പിന്നെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എന്തെങ്കിലും കുറ്റോ കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ, സീ സൂൺ ഗൈസ്.